ഫോട്ടോ എടുത്ത് മുഖം തുടങ്ങുന്ന ഞാൻ ആദ്യമായിട്ട് ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് മാളു സ്റ്റോറീസ്. സോ മാളു സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്നലെ ട്രിവാൻഡ്രത്ത് സ്റ്റേ ആയിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല ഉറക്കക്ഷീണമുണ്ട്. ഞാൻ ആ ഒരു കാർ ഓടിക്കുന്ന ടൈമൊന്നും ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. അപ്പം അതിവിടെ കിടന്ന ഒരു 2-3 മണിക്കൂർ ഉറങ്ങി തീർത്തു. ആക്ച്വലി സമയം ഒരു 9-10 മണിക്കാവാൻ പോകുന്നുണ്ട്. സോ നമുക്ക് വന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തീർക്കണം. നമുക്ക് റിട്ടേൺ ഇന്ന് ഈവനിങ് 7:30ക്കാണ് ടിക്കറ്റ് വരുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ ട്രിവാൻഡ്രത്ത് ഉണ്ടാവും. അപ്പം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ എന്താ കഥ ഒന്നും അറിയില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്താൽ മാത്രമേ എക്സ്പ്ലോറിങ് കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. സോ അപ്പം നമ്മുടെ ട്രിവാൻഡ്രം വ്ലോഗ് ഇവിടുന്ന് സ്റ്റാർട്ട് ആവുകയാണ്. ഇനി ഞാൻ വേഗം പോയി ഫ്രഷപ്പായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം. ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിതാ ഡ്രസ്സൊക്കെ മാറ്റി റെഡിയായി. സോ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ജിമ്മിലോട്ടാണ്. സോ ആക്ച്വലി നമ്മളിവിടെ എന്തിനാണ് വന്നത് എന്ന് ഞാനിപ്പോൾ പറയാം. ഐഷു ഇവിടെ ജിം ട്രെയിനറായിട്ട് ജോയിൻ ചെയ്യാൻ പോവാണ് ട്രിവാൻഡ്രത്ത്. അപ്പം അവിടേക്ക് നമ്മൾ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ അവളവിടെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം. അപ്പം അതിനാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് എത്തിയത്. അപ്പം നമുക്ക് ആ പരിപാടികളൊക്കെയാണ് നമുക്ക് രാവിലെ തന്നെ ക്ലിയർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ജിമ്മിലോട്ടാണ് പോകുന്നത്. സോ ജിമ്മിൽ പോയിട്ട് അവിടെ നമ്മൾ അഡ്മിഷനും കാര്യങ്ങളൊക്കെ സെറ്റാക്കും. എന്നിട്ട് നേരെ ഇവിടെ ഹോസ്റ്റലിലേക്കൊക്കെ പോകും. അത് കഴിഞ്ഞ് അതൊരു ഉച്ചയാകുമ്പോഴേക്ക് കംപ്ലീറ്റ് ആവുമെന്നാണ് എൻ്റെ ഒരു ചിന്താഗതി. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ പോവാം. സോ നമുക്കപ്പം വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ഹോട്ടലായിരുന്നു. കാരണം നമ്മൾ പ്രീ ബുക്കൊന്നും ചെയ്ത് വന്നൊന്നല്ല. അപ്പോൾ പെട്ടെന്ന് വന്ന സമയത്ത് നമ്മൾ നന്ദുവിൻ്റെ ഒരു ഇതിൽ നമ്മൾ എടുത്തതാണ്. നല്ല ഹോട്ടലാണെന്ന് പറഞ്ഞപ്പോൾ അപ്പം നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തില്ല. നമ്മൾ ഈവനിങ് ഇവിടെ വന്നിട്ടേ പോവുള്ളൂ. നമുക്ക് കുറച്ച് ലഗേജ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എടുത്തിട്ടേ പോവുള്ളൂ. ഗൈസ്, അപ്പോൾ നമ്മൾ ഐഷുവിനെ ഹോസ്റ്റലിൽ ചേർത്തി. അപ്പോൾ ഞാൻ ഹോസ്റ്റലിലെ വീഡിയോസ് ഒന്നും എടുത്തില്ല, കാരണം ഓൾറെഡി ലേഡീസ് ഹോസ്റ്റലാണ്. അപ്പോൾ നമ്മളവിടെ വീഡിയോ എടുക്കുമ്പോൾ അത് അവരെ ഒരു പ്രൈവസീനെ ബാധിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എടുത്തില്ല. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ജിമ്മിലോട്ടാണ്. ജിമ്മ് ഇവിടുന്ന് ഏകദേശം ഒരു 200 മീറ്ററല്ലേ ഉള്ളൂ അല്ലേ? ഇവിടുന്ന് നടക്കാനേ ഉള്ളൂ. ഡെയിലി നടന്നു പോകാൻ പറ്റും. ഒരു 200 മീറ്റർ വ്യത്യാസത്തിലാണ് നമ്മുടെ ഹോസ്റ്റൽ വരുന്നത് ഗൈസ്. അപ്പം നമ്മൾ ജിമ്മിലോട്ട് നടക്കുകയാണ്. നമുക്ക് ജിമ്മിലെത്തിയിട്ട് കാണാം ഗൈസ്. അപ്പം ഇതാണ് ഐഷുവിൻ്റെ കോർസാക് ഫിറ്റ്നസ് സ്റ്റുഡിയോ ഗൈസ്. ഇതാണ് ആ ഒരു ബിൽഡിങ് നിൽക്കുന്നത്. നമുക്ക് കോർസാക്കിൻ്റെ അകത്തേക്ക് കയറാം ഗൈസ്. അപ്പം നമ്മൾ ചില്ലി റെസ്റ്റോറൻറ്റ് തേടിയുള്ള നടത്താണ്. നമ്മൾ ജിമ്മിൽ പോയ സമയത്ത് നന്ദു എത്താൻ വേണ്ടി ഒരു 10-15-20 മിനിറ്റ് ആവും. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അപ്പോൾ കഴിച്ചിട്ട് ആ ടൈം ആകുമ്പോഴേക്ക് നമുക്ക് ജിമ്മിൽ എത്താമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അവൻ പറഞ്ഞു ഇവിടെ ഒരു ചില്ലി എന്ന് പറഞ്ഞൊരു ബെസ്റ്റ് ഹോട്ടലുണ്ട്, അവിടേക്ക് പിടിച്ചോ. അപ്പം നമ്മൾ ആ ചില്ലി റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുകയാണ് കഴിച്ചു. അല്ല, നമ്മൾ നൈറ്റ് ഇവിടെ കാർ ഇറങ്ങിയ സമയത്ത് നമ്മൾ ആറ്റിങ്ങൽ കലാപം നടന്ന സ്പോട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്നലെ നൈറ്റ് ആയതുകൊണ്ട് എനിക്ക് അവിടെ ഇറങ്ങി ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല, കാരണം റോഡിൻ്റെ സെൻട്രലായിട്ടാണ്. അവിടെ ഇങ്ങനെ ആറ്റിങ്ങൽ കലാപം ആക്ച്വലി അതിൻ്റെ ഡേറ്റ് 1712 അങ്ങനെ എന്തോ ആണ് നടന്നത്. അപ്പം അതൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു ഗൈസ് ആ ഒരു പിക്ചറൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ട്രിവാൻഡ്രം എല്ലാ ആളുകൾ വ്ളോഗ് കാണുമെങ്കിൽ അവർക്ക് അറിയാമല്ലോ, ട്രിവാൻഡ്രത്ത് പക്ക വെയിൽ. ഇങ്ങനൊരു വെയിൽ കണ്ടിട്ട് മാസങ്ങളായി സത്യം പറഞ്ഞാൽ. നമ്മൾ കോഴിക്കോടൊക്കെ ഒടുക്കത്തെ മഴയല്ലേ ഗൈസ്. ട്രിവാൻഡ്രം നല്ല പൊരിഞ്ഞ വെയിലാണ്. മഴ വന്നാൽ മതിയായിരിക്കും, അമ്മാതിരി കത്തുന്ന വെയിലാണ് നടക്കുമ്പോഴൊക്കെ ഗൈസ്. ഫൈനലി നമ്മൾ ചില്ലീസ് കണ്ടുപിടിച്ചു ഗൈസ്. അയ്യോ, ചില്ലീസ് തുറന്നില്ലേ? തുറന്നുണ്ട് ഗൈസ്, തുറന്നുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പൊറോട്ട പ്ലസ് മുട്ടക്കറി പ്ലസ് ചിക്കൻ കറി
ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇന്നലെ കഴിച്ച ഫുഡിന് ഞാൻ പറയണ്ടല്ലോ, പച്ച അബദ്ധം കഴിച്ചു. നമ്മൾ പുറമേക്ക് പോയി കഴിഞ്ഞാൽ തീർന്നു നമ്മളെ ജില്ല വിട്ടിട്ട്. അപ്പോൾ അതാണ് നമ്മൾ ഓർഡർ ചെയ്ത് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഐശ്വര്യ ഭയങ്കര സങ്കടമൊക്കെ വരുന്നുണ്ട്, ഞങ്ങളിവിടെ ആക്കി പോവല്ലേ. ചിക്കൻ കറിയിൽ ഉപ്പ് എന്ന് പറയുന്ന സാധനം എടുത്തു കൂടെ പോയില്ല. മുട്ടക്കറി ഓക്കെയാണ്, കുഴപ്പമില്ല, ഒരു ഓക്കെ കറിയാണ്. ചിക്കൻ കറി കുറച്ച് അവതാളമായിപ്പോയി ഗൈസ്. അത് നമ്മൾ അഡ്ജസ്റ്റ് പണിക്കറേ. നമ്മളെ നാട് വിട്ട് കഴിഞ്ഞാൽ ഫുഡിൻ്റെ കാര്യം ഓഹോ എന്നുള്ളൊരവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. കാരണം നമുക്ക് ഒരിക്കലും അതിൻ്റെ ടേസ്റ്റ് പിടിക്കുകയില്ല എങ്ങനെ പോയാലും, എന്തൊക്കെ ഇനി ഫുഡാണെങ്കിൽ തന്നെ. അപ്പം നമ്മളിപ്പോൾ കയറിയ ഹോട്ടലിൽ തന്നെ ചായ ഇല്ലായിരുന്നു. അപ്പം ചായയെങ്കിലും കുടിച്ചാൽ നമുക്ക് രാവിലെ ഒരു ഇതാണല്ലോ. അപ്പം ട്രിവാൻഡ്രത്തൊക്കെ വരുന്ന സമയത്ത്, ട്രിവാൻഡ്രം എന്നല്ല ഏത് ജില്ലയിൽ വരുന്ന സമയത്തും നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്നൊരു ബുദ്ധിമുട്ടായിരിക്കും മെയിൻ ഫുഡ് ഗൈസ്. ഞാനൊരു ടാസ്ക് തരികയാണ് നിങ്ങൾക്ക്. ഈ ഒരു ടീഷർട്ട് ഏകദേശം എത്ര പ്രൈസ് റേഞ്ച് ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. ഞാൻ വാങ്ങിക്കൊടുത്താ അതുകൊണ്ട് ലോ ക്ലാസ് ആയിരിക്കും, അല്ല അതുകൊണ്ട് ലോ ക്ലാസ് ആയിരിക്കുന്നല്ല ഗൈസ്. പക്ഷേ ഏകദേശം എത്ര ആവുന്നതൊന്ന് കമൻറ്റ് ചെയ്യും. ഞാനൊരു അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിനുള്ള ആൻസർ തരാം. ചായ പ്ലസ് ചൂട് മുളക് വെജ് ഗൈസ്. അങ്ങനെ ഞെരിച്ചിലുണ്ടോ? സെറ്റ് മുളക് വെച്ച് ഗൈസ്. അങ്ങനെ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഫൈനലി ജിമ്മിൻ്റെ ലിഫ്റ്റിലെത്തി. സോ 4th ഫ്ലോറിലാണ് ഗൈസ് ജിമ്മ് വരുന്നത്. ആ കയ്യിലേക്ക് നോക്കാം ഗൈസ്. ഐശുവിൻ്റെ ഒരു തുടക്കം വലതുകാലം വെച്ച് കയറിക്കോന്ന്. ഇത് നന്ദുവിൻ്റെ ജിമ്മാണ്. അപ്പോൾ അവനാണ് അവർക്ക് ഇതാ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു കൊടുക്കുക. ഓരോ മിഷൻസിൻ്റെ യൂസേജും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഗൈസ്. അപ്പം ഐഷുവിൻ്റെ ഒരു കരിയർ സ്റ്റാർട്ടാവാൻ പോകുന്നത് ഈ ഒരു ജിമ്മിൽ നിന്നാണ്. ആക്ച്വലി നമ്മൾ അവളെ ഇവിടെ ജോയിൻ ചെയ്യിപ്പിക്കാൻ വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പ്രൗഡുണ്ട്. അവൾ അത്രയും എഫേർട്ട് എടുത്ത് സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അവൾ നേടി എന്നത് ഒരു ജിമ്മിൽ ജോയിൻ ചെയ്യാണ് സ്റ്റാർട്ടിങ്ങിൽ. അവളെ ഡ്രീംസിലേക്ക് എത്താൻ കുറച്ച് ദൂരം കൂടെ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതിന് ഒരു ചേച്ചി എന്നതിൽ എനിക്ക് ഭയങ്കര പ്രൗഡുണ്ട്. കാരണം അവൾ സെൽഫായിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തതുണ്ട്. നമുക്കറിയാം ഒരു ഗെയിം എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ഡെഡിക്കേഷൻ ചെയ്താലേ അവരുടെ ഒരു ഡ്രീംസിലെത്താൻ പറ്റുള്ളത്. അവൾ ഒരുപാട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അവളുടെ ലൈഫിൽ. അത് ഏറ്റവും കൂടുതൽ കണ്ടത് നമ്മളാണ്, ഫാമിലി നമ്മളാണ് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇവിടെ ആക്കി പോകുന്നതിൽ ഭയങ്കര സങ്കടമുണ്ട്. എനിക്ക് എന്താണെന്ന് അറിയില്ല പോകാൻ നേരം. പക്ഷേ നമ്മളെ കരിയർ ബിൽഡാവാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും സങ്കടം ഉണ്ടാവും, പക്ഷെ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാം. ദെൻ ഭയങ്കര സന്തോഷമുണ്ട് ജിമ്മ് കണ്ട സമയത്ത്. ആക്ച്വലി ഇവിടെ നന്ദു ജിമ്മ് ഇനാഗ്രേഷൻ്റെ മുന്നേ വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ കാണാനാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അതിനുള്ളൊരു ഇത് കിട്ടിയത്. അപ്പം എന്തായാലും അടിപൊളി പ്രീമിയം ജിമ്മും കാര്യങ്ങളൊക്കെയാണ്. അവളെന്തായാലും ഉഷാറാക്കട്ടെ, ഉഷാറാവും. കേൾക്കുന്നില്ല. വെറൈറ്റി മിഷൻസ് ആണ്. പക്ഷെ സൂപ്പറായിട്ട് കംഫർട്ട് അല്ലേ? ഓക്കെ. നെഞ്ഞത്തിട്ട് കൊന്നാളോളാ അങ്ങോട്ട്. ഞാൻ എൻ്റെ ജിമ്മിൽ പോയാൽ ഏറ്റവും കൂടുതൽ കളിക്കുന്നൊരു സംഭവം ഇതാ. വെറുതെ ഇരുന്നാൽ മതി,
എൻ്റെ ട്രെയിനർ അത് വേണ്ട, ഞാൻ പറയും ഇത് മതി ഇത് മതി ഇത് മതി ഇതറിയാൻ വാശി പിടിക്കും. ഇതാകുമ്പോൾ ഇരുന്നാൽ മതി, കാല് മാത്രം അനങ്ങിയാൽ മതി. എങ്ങനെ അനങ്ങാണ്ട് തൈസ് കുറയ്ക്കാന്നുള്ളതിൻ്റെ ഏറ്റവും എക്സാമ്പിളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് ഗൈസ്. നിങ്ങൾ ജിമ്മിൽ പോകുന്നത് ട്രൈ ചെയ്യുക. ഇങ്ങനത്തെ മിഷൻ്റെ ഓടി കയറി ഇരിക്കാം, പിന്നെ അവിടെ 1.5 മണിക്കൂറുകൾ അനങ്ങണ്ട. ഇതെന്നെ ചെയ്തുകൊണ്ട് ഐശ്വര്യ എവിടെ ആക്കി പോകുന്നതിൽ എന്തേ സങ്കടം ഉണ്ടാവും? എന്തേ സങ്കടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം കച്ചറോട് ആളില്ല, അമ്മയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രാത്രി തൈലം പുരട്ടാൻ ആളില്ല എന്നുള്ളതാണ് മെയിൻ സാരം. രാത്രിയാണ് നമുക്ക് ഐശ്വര്യം മെയിൻ ആവശ്യം. ഞാനാണ് അതിൻ്റെ അർത്ഥം, ഞാനാണ് കഴിച്ച് എല്ലാം പറ്റൂല ആവില്ല എന്ന് പറയുന്നത്. ഞാൻ ഒന്നും ചെയ്യില്ല. ചെയ്ത് ഞാൻ അങ്ങനെ പറഞ്ഞാൽ കേൾക്കാത്ത വീട്ടിലെ കുട്ടി, അവള് എല്ലാം പറഞ്ഞാൽ കേൾക്കുന്ന വീട്ടിലെ കുട്ടി ഗൈസ്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ്. അമ്മ പറഞ്ഞു കഴിച്ചു. അയ്യോ എനിക്ക് നല്ല സങ്കടം. നേരെ പിടിച്ചു നിൽക്കുക പോവാൻ നേരത്തേക്ക്. പക്ഷെ ഓളെ വരുന്ന കരയാനൊന്നും നിൽക്കണ്ട. ഓളെ വന്ന് കരയുമ്പോൾ ഒക്കെ അത് വിഷമാവും. അപ്പം പിന്നെ ഓളെ ഹോസ്റ്റലിലൊക്കെ നിന്ന് ശീലമുണ്ട്. ഇപ്പം ഞാനൊക്കെയാണ് ലോകം നെഞ്ചത്തടി നിലവിളി. ഞാൻ ഇവളമാരൊക്കെയാണ് ഞാന്ന് വെച്ചാൽ എനിക്ക് ഒരിക്കലും അതിന് പറ്റൂല കേസ്. ഞാൻ കരഞ്ഞ് തീർത്തുണ്ടാവും ജീവിതം. പിന്നെ അവളെ ഓണത്തിന് വരും. അതിൻ്റെ ഇടയ്ക്ക് അതിപ്പോൾ ഞാൻ പറയുന്നില്ല, അവളെ ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പം ചിലപ്പം വരാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് വർക്കില്ലെങ്കിൽ ഞാൻ വരും. വർക്ക് ഉണ്ടെങ്കിൽ വരാൻ പറ്റൂല. അപ്പം അതുകൊണ്ട് നമ്മളത് പറഞ്ഞു വെച്ചിട്ട് കാര്യമില്ലല്ലോ കേസ്. ഗൈസ് അപ്പം നമ്മൾ ജിമ്മിൽ നിന്ന് ഇറങ്ങി. ഇനി നേരെ നമുക്ക് അവർക്ക് ഹോസ്റ്റലിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ ആ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മൾ കോർസാക്കിലാണ് നമ്മൾ പോകുന്നത്, നന്ദുവിൻ്റെ. യെസ്, അപ്പം നമുക്ക് ഇനി സാധനം മേടിക്കാനുള്ള ഷോപ്പിലെത്തിയിട്ട് കാണാം ഗൈസ്. ഐശ്വര്യ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇത് മതിയോന്ന് അച്ഛൻ പ്ലേറ്റിന് വേണം. ഇതാ നല്ല ഐശ്വര്യ, നമുക്ക് കുറേ കാലം ഉപയോഗിക്കാം. ഏതാ പ്ലേറ്റ് കണ്ടെടുത്തോ? സ്റ്റീല് മതി, അതാ നല്ല. സ്റ്റീലല്ലേ ഐശ്വര്യ മതിയോ? അല്ല ഞാൻ പറയാം സ്റ്റീലാ കുറച്ചും കൂടെ നന്നാവാൻ. അല്ലെങ്കിൽ എന്താ പൂവിൻ്റെ കളർ വേണോ ഗൈസ്? അങ്ങനെ നമ്മൾ പ്ലേറ്റും ഗ്ലാസും വാങ്ങേണ്ട സൂപ്പർ മാർക്കറ്റിലെത്തി. ഇനിയിപ്പോൾ അത് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതെടുക്കണം, പ്ലേറ്റും ഗ്ലാസും എന്നൊക്കെ ഉള്ളത്. ഇതെടുത്തോട്ടെ, അതാണ് നല്ലത്. അമ്മയാ അത് പക്ഷെ അതൊരു 4 ആൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. ഇതൊക്കെ കണക്ക്. അതായത് കണ്ണാടി വേണ്ട, അത് മതി. പ്ലാസ്റ്റിക് വേണ്ട, ചൂടുള്ള കയ്യിലല്ല. ഉള്ളിൽ ഇതുള്ളത് ഉണ്ടാവും, സ്റ്റീലിൻ്റെതായിട്ട്. പുറത്ത് പ്ലാസ്റ്റിക് ഉണ്ടാച്ചാ അത് മതി. ഓക്കത് ധാരാളാ. അതാ ഞാൻ പറഞ്ഞ സ്റ്റീലിൻ്റെ എടുത്തോ. പ്ലാസ്റ്റിക് ചൂടുള്ളതൊക്കെ ഒഴിക്കുന്ന സമയത്ത് ഇതെടുത്തോ. ഇതിന്റെ കോട്ടിങ് ആ സ്റ്റീലിന്റെ. ഓ കൊണ്ടുപോവാ, അത് മതി. ഇതെടുക്കുന്നത് എൻ്റെ എടുത്തോ. ചെറുതല്ല, അതാ ഇതാണ് നമ്മൾ വാങ്ങുന്ന ലാക്മീൻ്റെ. സൂപ്പർ മാർക്കറ്റ് കയറി ഗൈസ്. അങ്ങനെ നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസ് വാങ്ങാൻ വേണ്ടി കയറിയാണ്. അവൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറേ ഐറ്റംസ് പരതുന്നുണ്ട്. ഒരുത്തിനോട് ഞാൻ പറഞ്ഞ ബ്രെഡും ജാമും വാങ്ങിക്കോ, അതാകുമ്പോൾ എനിക്ക് രാവിലെ കൊണ്ടുപോകാമല്ലോ പൊലിച്ചൊക്കെ പോകുമ്പോൾ. അപ്പോൾ ഒക്കെ ബ്രെഡും ബട്ടറേ പിടിക്കൂ. ബ്രെഡും ബട്ടറേ ഞാൻ തിന്ന് പഠിക്കണം. ജാമൊക്കെ തിന്ന് പഠിക്കണം. സോസ് വേണം വെറുതെ. വെള്ളം ഇറക്കുന്നത് വേണം.
ഷുഗറില്ല അതാണോ ഒന്നെടുത്തോ. ഇത് പീനട്ട് ബട്ടർ ആണ് കഴിക്കലേ. ഞാൻ ഓർമ്മയില്ല നമുക്ക് ആൻറ്റി കൊണ്ടുവന്നിട്ട് എന്തറിയോ. പിന്നെ എന്നിട്ട് ബ്രെഡ് ഇവിടുന്ന് തീരുമ്പോൾ വാങ്ങിയാൽ മതി. ബ്രെഡ് ഞാനൊരു പേക്ക് വാങ്ങിത്തരാം. രാവിലെ അതും തേച്ചാൽ ടിഫിനിൽ വെച്ച് കൊണ്ടുപോയാൽ മതി. പിന്നെ അത് വേണോ മറ്റേ മുസ്ലിം പോലത്തെ ഐറ്റംസ് ഇല്ലെങ്കിൽ തിന്നാൻ പറ്റിയ മറ്റേ ചിയാ സീഡ്സ് എടുക്കാറില്ലേ വെള്ളത്തിലിട്ട് കുടിക്കുന്ന ഇഷ്ടം പോലെ ഇല്ലേ. നട്ട്സ് വേണ്ട ഷുഗർ കട്ട് ചെയ്യ. ഞാൻ കാരക്ക വേണ്ട ചേച്ചാ ചോക്ലേറ്റ് എനിക്ക് മൈഗ്രൈൻ വരും. നിങ്ങൾക്ക് പോകുമ്പോൾ വേണേൽ കഴിക്കാൻ വാങ്ങിക്കോ. ചോക്ലേറ്റ് ഒന്നും വേണ്ട. ബിസ്ക്കറ്റ് ഒന്നും വേണ്ട. ഒരു ടൈപ്പ് ബിസ്ക്കറ്റും വേണ്ട. ഫുഡ് ഒന്നും വേണ്ട. ഒരാൾ ഐശ്വര്യ വാങ്ങി കൊടുത്ത കടല മിഠായി. കള്ളമിഠായാണോ? ഇത് വേണം നമുക്ക്. ഇത് രാവിലെ കൊണ്ടുപോകാം. അത് പൂട്ടും വേഗം. ഞാൻ അങ്ങനെ കഴിക്കാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും തിന്നണ്ട. അതും ബ്രെഡും കൂടി തിന്നാൽ മതി. ഒന്നും വേണ്ട അറിയുമ്പോൾ ഫ്രൂട്ടിൽ നിന്ന് കേട്ടാൽ പാലിയാ വെച്ചാലോ. എന്താ അങ്ങനെ ഫ്രൂട്ട് എടുത്താലോ? അത്ര വലുതൊന്നും വേണ്ട, ചെറുത്തെടുത്താൽ നമുക്ക്. 4 ആളില്ലേ? ചെറുതെടുത്ത് എല്ലാവർക്കും തിന്നാലോ. എല്ലാത്തിനും ബ്രെഡ് പുതിയതാണ്, നല്ല സോഫ്റ്റ്. ആഗസ്റ്റ് 3 വെച്ച് മറ്റന്നാളാണ്. അതാണ് കുക്കിംഗ് ഡേറ്റ്. ബ്രെഡിന്റെ ഡേറ്റ് 2-3 ദിവസം ഉണ്ടാവും. ഇതിനകത്തൊരു സാധനം ഉണ്ട് എനിക്ക് ഇഷ്ടമുള്ള. വാങ്ങുന്നതിന് മുന്നേ പറയണ്ടേ? ഗൈസ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് വർക്കല ബീച്ചിലാണ് ഗൈസ്. വാവ്, ഇതല്ലേ വർക്കല വന്ന് ഫ്ലൈറ്റ് ഇറങ്ങി എന്നൊക്കെ പറയുന്നത്. ഇവിടെ ആയിരിക്കില്ല. അതന്നെ ഹെലികോപ്റ്റർ വന്നിറങ്ങി. ഫ്ലൈറ്റ് അല്ലേ, ഹെലികോപ്റ്റർ. ചമ്മിപ്പോയി ഗൈസ്. ഗൈസ് ഒരു രക്ഷയില്ല. ഫിഷിൻ്റെ ഒക്കെ വലിപ്പം നോക്കാം. കയറിയവരെ കൊണ്ടായിരിക്കും ഇത്. പക്ഷെ എന്തൊരു വലുതാ നോക്ക്. ഇവിടെ നോക്ക്, നമ്മളെ കോഴിക്കോടൊക്കെ ബാക്കിൽ വെക്കാം. ഇത് കേറിയതാ പോലും ഇങ്ങോട്ട്. ഗൈസ് അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നാണ്. നമ്മൾ ബീച്ച് സൈഡ് ഇരുന്ന് വ്യൂ ആസ്വദിച്ച് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് നന്ദു കൂട്ടിക്കൊണ്ടുവന്നാണ്. എന്താവും അറിയാം ഇത് കഴിഞ്ഞിട്ട്. ബീച്ച് സൈഡാണോ? ആ പക്ഷെ നല്ല രസം. നമ്മളെ കോഴിക്കോടും ഉണ്ട് ഇതേപോലെ ബീച്ചിൻ്റെ സൈഡിൽ. പക്ഷെ ഇത്ര ഇത് കാണൂല. ഗൈസ് അപ്പം നമ്മൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ആദ്യമായിട്ടാണെങ്കിൽ കോലുമലൊക്കെ കുത്തിയുള്ള ബിരിയാണി കൊണ്ടത്. പപ്പടം ഉണ്ട്, പിന്നെ സാലഡ് ഉണ്ട്, പിന്നെ ദിസ് ഈസ് അച്ചാർ ഗൈസ്. ഒരു നല്ല നീളത്തിലുള്ള അരി വെച്ചിട്ടാണ് ഗൈസ് ബിരിയാണി ഉണ്ടാക്കുന്നത്.
ഇങ്ങനെ ഉണ്ടെന്ന് കഴിച്ചോട്ടെ. നമുക്ക് ഇവിടുത്തെ വേറെ ഐറ്റംസ് ഒന്നും ട്രൈ ചെയ്തിട്ട് അത്ര കംഫർട്ട് ഇല്ല ഇന്ന്. ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് ഭക്ഷണം കഴിച്ചത് ഈ വർക്കല ബീച്ച് സൈഡിൻ്റെ ഹോട്ടലായിരുന്നു. ദയവ് ചെയ്ത് ബീച്ചിൽ വരുന്ന ആരും ബീച്ച് സൈഡ് ഹോട്ടലിൽ ഫുഡ് കഴിക്കാതിരിക്കുക. ഒടുക്കത്തെ റേറ്റാണ്. ഓക്കെ, റേറ്റ് അവിടെ നിൽക്കട്ടെ. റേറ്റ് ഉണ്ടെങ്കിൽ പോലെ നമുക്ക് വേർത്തായിട്ടുള്ള ഫുഡ് തരാമെന്ന് പറയുന്നത് ഓക്കെ. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു തുള്ളി പോലും വായിൽ വെക്കാൻ പറ്റിയില്ല. ഞാൻ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറ്റാൻ വേണ്ടി 2 പാക്ക് ലേസൊക്കെ വാങ്ങിയാണ്. ഒരു തുള്ളി വായിൽ വെച്ചപ്പം തന്നെ അവസ്ഥയായിരുന്നു. ഗൈസ്, അപ്പം നമ്മൾ നെക്സ്റ്റ് പോകുന്നത് വഴി തെറ്റി എന്നാണ് പറയുന്നത്. എന്നാലും ഞാൻ പറയുകയാണ്, ഒരാളിവിടെ മാപ്പിട്ട് വഴി തെറ്റിച്ചിട്ടുണ്ട്. എന്നാലും എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവലിന് പുറത്ത് ഞാൻ പറയുകയാണ്, നമ്മൾ ശിവഗിരിയിലോട്ടാണ് പോകുന്നത്. ഓൾമോസ്റ്റ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രം വരുന്ന സമയത്ത് ശിവഗിരി പോകുന്നു. ഇന്ന് ഐഷുവിൻ്റെ വാർഡനും പറഞ്ഞു അവിടുത്തെ ശിവഗിരി അടിപൊളിയാണ്, പോയി വിസിറ്റ് ചെയ്യണം, നല്ല പോസിറ്റീവാണ് കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ശിവഗിരിയിലോട്ടാണ് പോകുന്നത്. അപ്പം ശിവഗിരി ശ്രീനാരായണ ഗുരുവിൻ്റെതാണ് ശിവഗിരി. നേരത്തെ അമ്മ കുറച്ച് മുന്നേ ചോദിച്ച് അവിടെ പോയിട്ട് എന്താ കാണാനുള്ളത്. ഞാൻ ശ്രീനാരായണ ഗുരു നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് അവിടെ പോയിട്ട് എന്ത് കാണാൻ. ഞാൻ മുന്നേ പോയ കാര്യം എന്നോട് പറയുന്നത് ഗൈസ്. അപ്പം ഞാനും ഫസ്റ്റ് ടൈം ആണ് പോകുന്നത്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് അവിടെ എന്തുണ്ട് കാണാമെന്നുള്ളത് ഞാൻ വ്ളോഗിൽ കാണിച്ചു തരാം. സത്യം ഗൈസ്, അങ്ങനെ നമ്മൾ ശിവഗിരിയിൽ എത്തിയിരിക്കുന്നു. സോ നമുക്കിനി ഉള്ളോട്ട് കയറാം. ഏതാ ഫ്രണ്ട് സ്റ്റെപ്പ്? ഈ സൈഡിലല്ലേ? ഇതാ ഗൈസ്, ശിവഗിരി ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ ടെമ്പിളാണ്. ആക്ച്വലി എനിക്കിവിടെ എത്തുന്ന വരെ ഇത് എന്താണെന്ന് അറിയില്ല. പക്ഷെ ഒരുപാട് പേര് സജഷൻ തന്നതുകൊണ്ട് ഞാൻ വന്ന് കണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു ഇവിടെ വന്ന സമയത്ത്. ഗൈസ്, ആക്ച്വലി നമുക്കിതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഇവിടെ വന്ന സമയത്താണ് ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ടെമ്പിളാണ്. ദെൻ ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലമാണ് ശിവഗിരി എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു വലിയൊരു പ്രതിമ അവിടെ പ്രതിഷ്ഠിച്ചിട്ടൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അതിൻ്റെ 4 ഭാഗം കൂടെ നമുക്ക് ചുറ്റിൽ വലം വെച്ച് നടക്കാനൊക്കെ പറ്റും. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ വന്ന സമയത്ത്. അപ്പോൾ ഇവിടെയാണ് സമാധി എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഉള്ളൊരു ചേച്ചിയോട് ചോദിച്ചപ്പം ചേച്ചിയാണ് പറഞ്ഞത്. അപ്പം നമുക്ക് അത് തന്നെ വരാൻ പറ്റിയതാണ്. എല്ലാവരും എന്തുകൊണ്ട് അവിടെ വരണം എന്നുള്ളത് എനിക്കിവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. ഭയങ്കര നമുക്കൊരു പോസിറ്റീവ് ഫീലാണ്. ഒരു തവണെങ്കിലും വർക്കിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് നമ്മുടെ ശിവഗിരി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെയും ഉച്ചക്കും വൈകുന്നേരമൊക്കെ ഫുഡ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു ദിവസം മൊത്തം ഈ ഒരു ഏരിയയിൽ നല്ല മഴ പെയ്യുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഒരു ദിവസം മുഴുവനായിട്ട് ഇവിടെ സമയം ചിലവഴിക്കാനും ഒക്കെ പറ്റും. അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ ഇങ്ങോട്ട് കയറിയ സമയത്ത് ഇത് എന്താ കൊട്ടാരമാണോ അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് നമുക്കിതിൻ്റെ ഒരു ഫുൾ കാണുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്താ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ഗൂഗിൾ ചെയ്യുക അല്ലെങ്കിൽ എന്തൊരു കാര്യം എനിക്ക് പെട്ടെന്ന് ഡൗട്ട് വരുമ്പോൾ ഞാൻ അറ്റ്ലീസ്റ്റ് യൂട്യൂബ് ചെയ്യാൻ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ സമയത്താണ് ഇവിടുന്ന് ചേച്ചിനോട് ഡയറക്റ്റ് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു തന്നതൊക്കെ. അപ്പോൾ അത് നിങ്ങൾക്കും ഒരു ഇൻഫോർമേഷനായി അറിയാത്ത ആളുകൾക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നു. ശിവഗിരിയിൽ വന്ന ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശിവഗിരിനെ കുറിച്ച് കൂടുതൽ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോസിൻ്റെ അടിയിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്ന അറിവുകൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും ഗൈസ്. നമുക്കിപ്പോൾ ഏകദേശം ഈവനിങ് ആയി. നമുക്ക് 7:30 നമുക്ക് തിരിച്ച് റിട്ടേൺ ട്രെയിൻ ഉള്ളത്. റിട്ടേൺ നമ്മൾ ട്രെയിനിനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടുന്ന് കണക്കാക്കി ഇറങ്ങും. ഈ വർക്കല മെയിൻ ആണ് ഈ ഒരു ശിവഗിരി ഒക്കെ വരുന്നത്. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഒരു 30 രൂപ ഓട്ടോ എടുത്തൊരു 1 കിലോമീറ്ററേ ഉള്ളൂ. ഓട്ടോ എടുത്താൽ തന്നെ നമുക്ക് നേരെ ശിവഗിരീൻ്റെ മുന്നിൽ വന്ന് ഇറങ്ങാൻ പറ്റും ഗൈസ്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വഴിപാടുകൾ നമുക്ക് നടത്താൻ പറ്റും. ശാരദാ പൂജ 50 രൂപ അങ്ങനെ ചെറിയ പ്രൈസിലേ വരുന്നുള്ളൂ. പിന്നെ ഗുരുപൂജ വരുന്നുണ്ട്, ശാരദാ പൂജ, പിന്നെ ഗുരുപുഷ്പാഞ്ജലി വരുന്നുണ്ട്, കുടുംബാർച്ചന, അന്നപ്രശ്നം അങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്കിത് വരുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് വഴിപാടും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റും ഇവിടെ വന്നിട്ട്. ഇതിൻ്റെ തൊട്ട സൈഡിൽ തന്നെ ആയിട്ട് ഇതിനുള്ള കോർണേഴ്സും കൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കല്യാണം കഴിച്ചിട്ട് പോവാണെ പിന്നെയുണ്ട്.
കറി കുറച്ചുകൂടെ കറി എത്ര വരെ പോകും നോക്കട്ടെ. എന്തൊക്കെ ബിൽഡപ്പ് കൊട എടുത്ത് മുഖം തുടങ്ങുന്ന ഞാൻ ആദ്യമായിട്ട് ടവലൊക്കെ എടുത്ത് തുടച്ചാൽ പിന്നെയുണ്ട്. മഴ പോലെ പെയ്യും. കൊട നൂർത്തി അതിന്റെ മുകളിൽ വെച്ചോ. ഗൈസ് കരഞ്ഞു ഗൈസ് ലാസ്റ്റ്. അയ്യോ നീർച്ചാൽ ഒഴുക്കി വിടുന്ന പോലെ അറിയുന്നു. അതന്നെ നന്ദു അവിടെ തന്നെ അല്ലേ? ഇനി ഹോസ്റ്റലിൽ നിങ്ങളിത് പിന്നെയും ഓളെ പോയി തോണ്ടുമ്പോ ആ സമയം പോവാ. അങ്ങോട്ട് വാ എന്നാ വായി വീഡിയോ കോളേ അതൊക്കെ അറിയുന്ന ഗൈസ്. കരയുണ്ട കേറിക്കോ ഗൈസ്. അപ്പം നമ്മൾ ഐഷുവിനെ പറഞ്ഞയച്ച് ലോകം നിലവിളി കഴിഞ്ഞു അമ്മയും ഐഷു ഒക്കെ. ഞാൻ പിന്നെ ഓളെ ഒരു എന്തായാലും കരയില്ലാതെ ഉറപ്പിച്ചറിയാം പിടിച്ചു വെച്ചാൽ ഗൈസ്. സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ ഒക്കെ ഓളെ പിന്നെയും കരയിപ്പിക്കുന്നതിന് സമ്മതിക്കും നമ്മളും കുത്തിന് കരയുമ്പോൾ. അപ്പം അതുകൊണ്ടാണ് എന്തായാലും ഓളെ കരിയർ സെറ്റാക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ്, പ്രയത്നത്തിലാണ്. അതെന്തായാലും സെറ്റാവുകയും ചെയ്യാൻ ഓൾ ചെറുപ്പം തൊട്ടേ ഞങ്ങളെ വിട്ടുന്ന അത്രയും എഫേർട്ട് എടുത്തൊരു കുട്ടിയാണ്. അപ്പം അതിനുള്ള റിസൾട്ട് എന്തായാലും ദൈവമൊക്കെ കൊടുക്കുകയും ചെയ്യുന്നതാണ്. നമ്മളിപ്പം വർക്കല സ്റ്റേഷനിലാണ്. നമുക്ക് 7:30ക്കാണ് ട്രെയിൻ. നമ്മളിപ്പോൾ 5:30 ആകുമ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇത്രയും നേരം നമ്മൾ പോസ്റ്റാണ് വർക്കല സ്റ്റേഷനിൽ ഗൈസ്. അപ്പം നീണ്ട ഒരു 2-2.5 മണിക്കൂറിന് ശേഷം നമ്മുടെ ട്രെയിൻ എത്താനായി. സോ ഭയങ്കര വെയിറ്റിംഗ് ആണ് ഗൈസ്. അത് ഇത്രയും നേരം ഇരുന്നൊരു കാത്തിരിപ്പിൻ്റെ ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രെയിനിപ്പോൾ ഒരു 3 to 4 മിനിറ്റിനുള്ളിൽ എത്തും ഗൈസ്. അപ്പം നമ്മൾ ട്രെയിനിൽ കയറി ഗൈസ്. കാലിയാണ് ഗൈസ്. നമ്മൾ 3 പേര് മാത്രമേ. ഗൈസ് അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാ ഗൈസ്. ചാർജർ കണ്ടിട്ട് മയോണൈസ് ഗൈസ്. നമ്മൾ എന്തൊക്കെ ഫുഡ് അവിടുന്ന് ഞാൻ പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷൻ എത്തിയ സമയത്ത് തന്നെ. കാരണം നമുക്ക് ട്രെയിനിലെ ഫുഡ് എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുഡ് പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. പൊറാട്ടയും ബീഫ് റോസ്റ്റും ചിക്കൻ ഫ്രൈയും അങ്ങനെ കുറച്ച് ഐറ്റംസ് കഴിഞ്ഞ് മേടിച്ചത്. സോ നമുക്ക് കഴിക്കാം ഗൈസ്. നല്ല പൂ പോലത്തെ പൊറോട്ട, ചായ കാപ്പി, ഗൈസ്. ഞങ്ങളെ ട്രിവാൻഡ്രം ജേണിയിൽ കഴിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഫുഡാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ നമ്മൾ 2 ദിവസം അവിടെ ഉണ്ടായിട്ട് പോലും നല്ലൊരു ഫുഡ് കഴിക്കാൻ പറ്റിയില്ല.